ഹായ് കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അളകാപുരി വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന എൻട്രൻസ് ഗേറ്റിൻ്റെ മുമ്പിലാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. എല്ലാവരും വന്നൊരു സ്ഥലമായിരിക്കും. ഈ ഒരു മൺസൂൺ സീസൺ ആയിക്കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഒരു വെള്ളച്ചാട്ടം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഗൈസ്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ശശിപ്പാറ വ്യൂ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 400 മീറ്റർ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ അളകാപുരി വെള്ളച്ചാട്ടം കാണാനാണ് പോകുന്നത്. അതിനുശേഷം ചിലപ്പോൾ ശശിപ്പാറ വ്യൂ പോയിൻറ്റിലേക്ക് പോകും. എൻട്രൻസ് ഗേറ്റിന് ടിക്കറ്റൊക്കെ മുറിച്ച്, പക്ഷേ ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു റേറ്റ് ആയിട്ട് 50 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. അപ്പോൾ 50 രൂപയൊക്കെ എന്താ ഇവിടെ കാണാനുള്ളത്? ആകെ ഒരു വാട്ടർഫാൾസ് ഉണ്ട്. വേറെ എന്തെങ്കിലും കുക്കെല്ലാം മുതൽ സ്റ്റാർട്ട് ചെയ്തതിനൊന്നും അറിയില്ല. ഇതാണ് വാട്ടർഫാൾസ്. ഇതല്ലടാ അതിൻ്റെ അപ്പുറം. നമ്മൾ വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴി ഒരു ചെറിയൊരു വാട്ടർഫാൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. പിന്നെ വർക്കിംഗ് ഡേയ്സ് എല്ലാം ആയതുകൊണ്ട് അങ്ങനെ തിരക്കെല്ലാം കുറവാണ്. നല്ല കോട ഇറങ്ങി തുടങ്ങി ഗൈസ്. അശ്വിനെ, ഇനി പോകുമ്പോ എന്താ ഇടുവോ മോനെ? 2 മാസമായി പോലെ വെള്ളം കണ്ടിട്ട്. അളകാപുരി വെള്ളച്ചാട്ടത്തിൽ പോയി തിരിച്ചേട്ടാ നല്ല വീലും കഴിച്ച് വഴുക്കൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1.5 വഴുക്കലാണ്. അതുകൊണ്ട് വെള്ളത്തിലിറങ്ങുമ്പോൾ നോക്കിയും കണ്ടിട്ടില്ല ഇറങ്ങുക, എല്ലാം വീണ് തരയും കേട്ടോ. അശ്വിൻ വെള്ളത്തിലിറങ്ങി വന്ന ഡ്രസ്സിൽ തന്നെ അവനെ ഇങ്ങനെ വെള്ളം കണ്ടിട്ട് അവൻ ഒന്നും തിരിയുന്നില്ല. അപ്പാടു വെള്ളത്തിലിറങ്ങി ഗൈസ്. കിതക്കുന്നു കേട്ടാ. പെട്ടെന്ന് കുറച്ച് നടക്കുമ്പോഴൊക്കെ കിതക്കുന്നു ഗൈസ്. അങ്ങനെ ഇങ്ങോട്ടേക്ക് വലിയ കയറ്റാണ്, എന്നിട്ട് കിതക്കുന്നു ഗൈസ്. 50 രൂപയ്ക്ക് ഉണ്ട് കേട്ടോ. പക്ഷേ എങ്കിൽ ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പൈസ മുതലാവും അല്ലേ? വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒലക്കും ഉണ്ടാവില്ല, കാണാനൊന്നും ഉണ്ടാവില്ല. എന്നാലും വെള്ളം കുറവാണ് കേട്ടോ. അടിപൊളി സ്പോട്ടാണ് ഗൈസ്. ഇതിന് തൊട്ട് മുകളിൽ നമ്മളിനി ശശിപ്പാറയിലേക്ക് പോവുകയാണ്. ശശിപ്പാറയിൽ പോയി കഴിഞ്ഞാൽ അടിപൊളി ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സമയത്ത്. വൈകുന്നേരം അതുപോലെ തന്നെ രാവിലെ ആ ഒരു സമയത്ത് തന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല കോടയൊക്കെ ഇറങ്ങി അടിപൊളി ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റും ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ നേരെ ഇവിടുന്ന് ശശിപ്പാറയിലേക്കാണ്. ഏകദേശം സമയം 5 മണിയാകാനായി. ഇപ്പോൾ 6 മണി വരെ എല്ലായിടത്തും എൻട്രൻസ് ടൈമുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് പെർമിഷൻ ഇല്ല പോവേ. അപ്പോൾ പെട്ടെന്ന് അവിടെ എത്തണം. ഇവിടെ ഏകദേശം 400 മീറ്റർ ആയിട്ടാണ് ഉള്ളത് തോന്നുന്നു ശശിപ്പാറയിലേക്ക്. ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ തോർത്തെടുക്കണം കേട്ടോ. നമ്മൾ തോർത്തൊന്നും എടുത്തിട്ടില്ല. ഇവിടെ വന്നൊരു തോർത്തെടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് അടിപൊളിയായിട്ട് വെള്ളത്തിൽ ഇറങ്ങുകയും ചെയ്യാം, കുളിക്കുകയും ചെയ്യാം. അശ്വിൻ ഒരു ടവലും കൊണ്ടാന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വന്ന ജീൻസിൽ തന്നെ ഇറങ്ങി. എനിക്കും ഇറങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഇവിടുന്ന് അങ്ങോളം വീട് വരെ നനഞ്ഞിട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ടില്ല ഗൈസ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും തോർത്തൊക്കെ എടുത്ത് സെറ്റായിട്ട് വരണം. നമ്മൾ കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഏരിയ തന്നെയാണ്. നമ്മൾ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് പൈതൽമല, പാലയ്ക്കൻ തട്ട് ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പൈതൽമലക്ക് പോകാൻ ഉദ്ദേശിച്ച് വന്നതാണ്, പക്ഷേ മഴ സമ്മതിച്ചില്ല. അപ്പോൾ ചെമ്പേരി എത്തിയതിന് ശേഷം ഭയങ്കര മഴ. അപ്പോൾ നമ്മളവിടെ നിന്ന് റിട്ടേൺ അടിച്ച് നേരെ ഈ കാഞ്ഞിരക്കൊല്ലി വെള്ളച്ചാട്ടത്തിലേക്ക് വന്ന്, അതിന് പുറമെ നമ്മളെ കാഞ്ഞിരക്കൊല്ലി വാട്ടർഫാൾസിലേക്ക് വരുന്ന വഴി ചെറിയൊരു ചായക്കടയുണ്ട്. ആ ഒരു ചായക്കടേൻ്റെ
അടുത്തൊരു ചേട്ടനുണ്ട്, ആ ചായക്കടയിലൊരു ചേട്ടനുണ്ട്. അപ്പോൾ ആ ചേട്ടൻ്റെ മീശ എന്ന് പറഞ്ഞാൽ കൊമ്പൻ മീശയാണ്. ആ ചേട്ടൻ്റെ പേരിലാണ് അവിടെ മീശക്കവല എന്നുള്ള പേര് വരാൻ കാരണം കേട്ടോ. അപ്പോൾ ചേട്ടനാ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റും ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ റോഡുമിലെത്തി കേട്ടോ നമ്മളെ. അപ്പോൾ മീശക്കവലേൻ്റെ അടുത്ത് നമ്മളെത്തി. അപ്പോൾ നമ്മൾ ആ മീശ കൊമ്പൻ മീശയുള്ള ആ ചേട്ടൻ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിന്നൊരു ചായ കുടിക്കട്ടെ. ഈ ചേട്ടൻ്റെ ചായക്കടയിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു ചായ കുടിച്ചിട്ട് നേരെ നമ്മൾ ശശിപ്പാറയിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ ഒരാളുണ്ട് കേട്ടോ. ഓ ഇല്ലാടൂ, ആൾ നല്ല ഫ്രണ്ട്ലി ആവും കേട്ടോ. ഇതാണ് നമ്മളെ മീശക്കവലയിലെ ആ ചേട്ടൻ. ചേട്ടൻ ഒരു ചായ തരുമോ? ചായ 2 ചായ. എടാ ഓൺ കൊടുത്തു. ഈ ചേട്ടൻ്റെ പേരിലാണ് ഈ ഒരു മീശക്കവല എന്ന പേര് വരാൻ കാരണം കേട്ടോ ഗൈസ്. ആ പാൽ ചായ അല്ലേ ചേട്ടാ? എനിക്കൊരു കട്ടൻ ചായ ചേട്ടാ. ഇവിടെ ഓംപ്ലേറ്റ് അതുപോലെ തന്നെ കുറേ ഐറ്റം ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ ചായക്കടികളിലുണ്ട്. ഈ ചേട്ടൻ്റെ പേരിലാണ് മീശക്കവല എന്ന പേരറിയപ്പെടുന്നത് അല്ലേ? ആ ചേട്ടൻ്റെ പേരെന്തേലും പറഞ്ഞേ? ബാബച്ചൻ. വീട് ബാപ്പച്ചൻ. ആ ഏട്ടാ ഇവിടെ ഇപ്പോൾ ആൾ കുറവല്ലേ? ആ ശനിയും ഞായറും ലീവുള്ള ദിവസം ആളുണ്ടാവും അല്ലേ? ആ അതെ, തിങ്കളാഴ്ച ആയതുകൊണ്ട് ഇന്ന് ആള് കുറവാണ്. ആട്ടോ, 1 കട്ടനും 1 ചായയും. നമ്മളെ അശ്വമുത്ത് ഇവിടെ ഉണ്ട്. നല്ല ട്രിപ്പിംഗ് മൂഡിലാണ് ഉള്ളത്. നമ്മളൊരു വേറൊരു മേസ്തിരിയും കൂടി ഉണ്ട്. ആ മേസ്തിരിനെ കാണുന്നില്ല. നമ്മളിവിടെ വേറൊരു ചങ്ങായിയോടെയും വന്നിനി. ആ ചങ്ങായിനെ കാണുന്നില്ല ഗൈസ്. ഇനി നമുക്ക് അങ്ങോട്ടൊക്കെ പോകണ്ട കേട്ടോ. നമ്മളെ താഴേന്നാണ് വന്നത്. നേരെ ഒരു വലിയൊരു കയറ്റം കയറാനുണ്ട് ഗൈസ്. കയറ്റം എന്ന് പറഞ്ഞാൽ 1.5 കയറ്റം കയറാനുണ്ട് കേട്ടോ. ആ കയറ്റം കയറിയിട്ട് വേണം ശശിപ്പാറയിലേക്ക് പോകാൻ. നമുക്ക് ഗൈസ് നമ്മൾ ടൈം ഏകദേശമായി, അതുകൊണ്ട് നമുക്കിന്ന് പോകാൻ പറ്റില്ല. നല്ല മഴ പെയ്ത്, അതുകൊണ്ട് നമ്മൾ ഈ കടയിൽ പോസ്റ്റായി പോയി. അപ്പോൾ ഇന്ന് പോകാൻ പറ്റില്ല കേട്ടോ. 5:30 വരെ അവിടെ എൻട്രൻസ് ടൈമുള്ളൂ. അതുകൊണ്ട് നമുക്കിന്ന് പോകാൻ പറ്റില്ല. നമ്മളിവിടുന്ന് തിരിക്കലാണ് ഗൈസ്. നല്ല മഴയാണ് കേട്ടോ. ഇപ്പം മഴ പെയ്ത് ചോർന്നേ ഉള്ളൂ. ഇനി നമ്മൾ നേരെ നാട്ടിലേക്കാണ്. പാർക്കിംഗ് ഏരിയയിൽ നിന്നൊരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കിയാ ഫുള്ള് കോട ഇറങ്ങി തുടങ്ങി ഗൈസ്.